ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സ്നേഹിതർക്കും ദൈവനാമത്തുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് ആഗസ്റ്റ് മാസം 26-ാം തീയതി. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ഒരു രാത്രിയും പകലും ദൈവം നമ്മളെ കാത്തുപരിപാലിച്ചു. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് കടന്നില്ല. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടായിരിക്കട്ടെ. ദൈവം കൂടാതെ നമുക്ക് ഒന്നുമില്ല പകൽക്കാലം. അതുകൊണ്ട് നമ്മൾ ഏത് മേഖലയിൽ ജോലി ചെയ്താലും ദൈവമെന്നുള്ള വിളിയും പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ടെ. ഒരു വചനം വായിക്കാം. 2 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 1-12 വാക്യം. ധനവും സമ്പത്തും മാനവും ഞാൻ നിനക്ക് തരും. ദൈവം പറയുകയാണ്, ധനവും സമ്പത്തും മാനവും ഒക്കെയും ദൈവത്തിൻ്റെ ജനത്തിന്, അല്ലെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമുള്ളവർക്ക് ദൈവം നൽകും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജോലി ചെയ്യുന്നത്, ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ പല മേഖലകളിൽ നമ്മൾ ജോലി ചെയ്യുന്നത് സമ്പത്തും ധനവും മാനവും ഒക്കെ ലഭിക്കാൻ വേണ്ടിയാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അത് ലഭിക്കുന്നില്ല. നീണ്ട വർഷങ്ങൾ ചിലപ്പം നമ്മൾ മരുഭൂമിയിൽ കഷ്ടപ്പെടും. നീണ്ട വർഷങ്ങൾ മനുഷ്യ ആയുസ് മൊത്തവും നമ്മൾ നമ്മുടെ ജോലി ചെയ്യുക, എങ്കിലും നമുക്ക് ചിലപ്പോൾ ലഭിക്കാറില്ല. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹം, സമ്പത്ത്, മാനം, നന്മ ഇതെല്ലാം ദൈവത്തിൻ്റെ സന്നിധി നിന്നാണ് വരുന്നത്. സ്തോത്രം. നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, സത്യസന്ധതയോടെ ജോലി ചെയ്യണം. പക്ഷേ ദൈവത്തിൽ നിന്നാണ് ധനവും സമ്പത്തും മാനവും ഒക്കെ വരുന്നത്. മോശ ഒരിക്കൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ, കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരണം. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി തരുന്നത് ദൈവമാണ്. ദാവീദിന്റെ മകനായ ശലോമോനോടാണ് ഈ വാക്യം ദൈവം അരുളി ചെയ്യുന്നത്. ശലോമോൻ ദൈവത്തെ പ്രാർത്ഥിച്ചു. ദൈവം ശലോമോന് പ്രത്യക്ഷനായി ശലോമോനോട് കുറെ കാര്യങ്ങളൊക്കെ ദൈവം ചോദിച്ചു. അപ്പോൾ നിനക്ക് എന്ത് വരം വേണമെന്ന് ചോദിച്ചപ്പോൾ ശലോമോൻ പറഞ്ഞു, എനിക്ക് ഈ ജനത്തെ, അങ്ങയുടെ ജനത്തെ നയിക്കാനുള്ള ബുദ്ധി ജ്ഞാനം മതി എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, അങ്ങനെ നീ മറ്റുള്ള കാര്യങ്ങളൊന്നും ചോദിക്കാത്തതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ നിനക്ക് ധനവും മാനവും സമ്പത്തും എല്ലാം നൽകും. മറ്റൊരു രാജാവിനും ഇത്രയും ലഭിച്ചു കാണത്തില്ല എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, സമ്പത്തും ധനവും നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമാണ്. അത് ദൈവം അറിയുന്നു. പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും അനേക സമ്പന്നന്മാരുണ്ടായിരുന്നു. സമ്പത്ത് നമുക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ അത് വിനിയോഗിക്കുകയും ദൈവമാണ് തന്നതെന്ന് പറഞ്ഞാൽ മതി. സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് നമ്മൾ പോകുമ്പോഴാണ് ദൈവത്തിൽ നമ്മൾ അകന്നു പോകുന്നത്. സമ്പത്ത് നമ്മുടെ ജീവിതത്തിൽ, ധനം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നമുക്ക് ആവശ്യമാണ്. പൈസയില്ലേ ഒരു കാര്യം പോലും നടക്കത്തില്ല. എനിക്ക് നിങ്ങൾക്കും അറിയാം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം പറയുകയാണ്, ഞാൻ നിനക്ക് സകലവും തരും. ദൈവസന്നിധിയിലായിരിക്കാം. ദൈവം നമ്മളെ ഉയർത്തട്ടെ. ഇന്നുള്ള കഷ്ടപ്പാട്, കടങ്ങൾ, പ്രയാസങ്ങളൊക്കെയും മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, നല്ല പകലിനെ ഓർത്ത് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം ഞങ്ങൾ ആയിരിക്കുന്ന മേഖലയെ ദൈവം അനുഗ്രഹിക്കണം. ജോലി സ്ഥലങ്ങളിൽ അനുഗ്രഹിക്കണം. ദേശത്തും വിദേശത്തും വാഹനം ഓടിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിക്കുന്നു. മറ്റുള്ള ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ ഏൽപ്പിക്കുന്നു. ദൈവമേ, ഇന്ന് ആപത്ത് വരുന്നതെല്ലാം പിടിപ്പിക്കണം. ദൂതന്മാരുടെ കാവൽ തന്നെ മരണത്തിൽ നിന്ന് ഞങ്ങളെ ഉദ്ധരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്രയൊന്നും വരുത്തരുത്. ഒരു വിജയത്തിൻ്റെ ദിവസമാക്കി മാറ്റണം. ഞങ്ങളെ, ഞങ്ങൾക്കുള്ളവരെ, ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയും ദേശത്തെയും ജനത്തെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.